ആദരവോടെ പ്രാർത്ഥനയോടെ ഫാദർ ജോസ് വയലിക്കോടത്ത്. സാംസന്റെ കരുത്തുള്ള പുളിക്കലാനച്ചൻ. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അധ്യായം 14 സാംസന്റെ കുട്ടിക്കാലം വിവരിക്കുന്നുണ്ട്. മുന്തിരിത്തോപ്പിലെത്തിയപ്പോൾ ഒരു സിംഹക്കുട്ടി അവന്റെ നേരെ അലറി വന്നു. കർത്താവിന്റെ ആത്മാവ് സാംസണിൽ ആവസിച്ചു. ആയുധമില്ലാതെ ആട്ടിൻകുട്ടിയെ എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. അച്ഛന്റെ അജപാലന കാലഘട്ടം വിലയിരുത്തുമ്പോൾ പ്രവാചക ധീരതയോടെ പ്രശ്നങ്ങളുമായി ഏറ്റുമുട്ടുവാൻ അസാധാരണ വൈഭവം അച്ഛനുണ്ടായിരുന്നു. ആത്മബലത്തിൽ വൈദികരുടെ ഇടയിൽ ഒരു സാംസൺ, ഒരുതരം ഉരുക്കുമുഷ്ടി. 1996 കേരളം മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു സെമിത്തേരി പ്രശ്നമുണ്ടായിരുന്നു. വൈക്കം TV പുരം സെമിത്തേരി. SNDPയിൽ ഒരുവൻ നേതൃത്വമോഹവുമായി നടക്കുന്നു. ഈ മാന്യൻ ഇന്ന് നേതാവാണ്. സെമിത്തേരിയുടെ നിയമപ്രകാരമുള്ള നിശ്ചിത അകലത്തിൽ ചില അക്രൈസ്തവ കുടുംബങ്ങൾ താമസിക്കുന്നു. CLC അതിരൂപത പ്രൊമോട്ടറായിരുന്ന ഞാൻ നേതൃത്വത്തോടൊപ്പം ഇവിടുത്തെ കുടുംബങ്ങളുമായി അക്കാലത്ത് ഈ വിഷയം നേരിൽ സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് സെമിത്തേരി പ്രശ്നമില്ലെങ്കിലും നേതാവ് പല വഴികളിലൂടെ ഇത് വലിയ വർഗീയ പ്രശ്നമാക്കി മാറ്റി. പെട്ടെന്ന് അവിടെ വർഗീയത ആളിക്കത്തി. അതിരൂപത നേതൃത്വം ഈ വിഷയത്തിൽ അതീവ ആശങ്കയിലായിരുന്നു. യുവവൈദികനായ ഫാദർ ജോസ് തെക്കിനേനാണ് അന്ന് അവിടെ വികാരി. അച്ഛന്റെ വികാരിയായിട്ടുള്ള ആദ്യ നിയമനമായിരുന്നു അത്. ആശങ്ക അതിരൂപതയിലെ വൈദികരിലും ജനങ്ങളിലും വർദ്ധിക്കുമ്പോൾ അഭയം വൈക്കം ഫൊറോന വികാരിയായ പുളിക്കലാനച്ചനായിരുന്നു. നയപരമായി എന്നാൽ നിർഭയമായി അച്ഛൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. സർക്കാർ കൂടി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കപ്പെട്ടു. 30/10/1996 കൽദായവൽക്കരണത്തിനെതിരെ മെത്രാൻ സിനഡ് നടക്കുന്ന പാലാരിവട്ടം POCയിലേക്ക് മാർച്ച് നടക്കുന്നു. 3000-ലധികം ആളുകൾ പങ്കെടുക്കുന്നു. ഗേറ്റ് പൂട്ടി മെത്രാൻമാർ സുരക്ഷ ഒരുക്കുന്നു. പ്രവേശനം അനുവദിച്ച് നിവേദനം സ്വീകരിക്കുവാനും ചർച്ച നടത്തുവാനും മെത്രാൻമാർ തയ്യാറാവണമെന്നുമാണ് എല്ലാവരുടെയും ആവശ്യം. താഴെ നിന്നുള്ള ആരവവും പ്രത്യേകിച്ച് പുളിക്കലാനച്ചന്റെ രൗദ്രഭാവത്തിലുള്ള ഇടപെടലുകളും മെത്രാൻമാരെ ഭയപ്പെടുത്തുകയും അവർ വഴങ്ങിത്തരുകയും ചെയ്തു. ലിറ്റർജി വിഷയങ്ങളിൽ എന്നും ജനാഭിമുഖ കുർബാനയ്ക്കായുള്ള നിലപാട് മാത്രമായിരുന്നു അച്ഛൻ്റേത്. വെള്ളം ചേർക്കാൻ രഹസ്യവും പരസ്യവുമായ ചർച്ചകളിൽ അച്ഛൻ അനുവദിച്ചിരുന്നില്ല. പുളിക്കലാനച്ചനും പകരം പുളിക്കലാനച്ചൻ മാത്രമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ മരണമടഞ്ഞ മാതാവ് പ്രൈമറി സ്കൂളിൽ അച്ഛൻ്റെ സഹപാഠിയായിരുന്നതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് കൂടിയായിരുന്നു. എറണാകുളം അങ്കമാലി മേജർ അതിരൂപത വൈദികനായ ബഹുമാനപ്പെട്ട ഫാദർ ജോർജ് പുളിക്കലാനച്ചൻ 87 വയസ്സായിരുന്നു. സംസ്കാരം ബെസ്ലേം സെയിന്റ് ജോസഫ് പള്ളിയിൽ ചൊവ്വാഴ്ച 27/5/2025 ഉച്ചകഴിഞ്ഞ് 2:30 നടത്തപ്പെടും. മാതാപിതാക്കൾ തേക്കാനത്ത് പുളിക്കലാൻ പൗലോ, റോസ. സഹോദരങ്ങൾ പരേതനായ വർഗീസും ജോസഫും, പരേതയായ അന്നക്കുട്ടി, പൗലോസ്, ആൻഡോ. മൃതസംസ്കാര ശുശ്രൂഷയുടെ വിശദാംശങ്ങൾ. അച്ഛന്റെ മൃതദേഹം മെയ് 27 ചൊവ്വാഴ്ച രാവിലെ 7:30 മുതൽ 8 മണി വരെ എടക്കുന്ന് സെയിന്റ് പോൾസ് പ്രീസ്റ്റ് ഹോമിലും 8 മണി മുതൽ 12 മണി വരെ ബെസ്ലേഹത്തുള്ള തറവാട് വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. 12 മണിക്ക് അച്ഛന്റെ മൃതദേഹം ബെസ്ലേഹം പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾ 2:30 ആരംഭിക്കും. കറുകുറ്റി ഫൊറോന വികാരി ബഹുമാനപ്പെട്ട ഫാദർ സേവ്യർ ആവള്ളിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു. അച്ഛന്റെ സഹപാഠിയായ ഫാദർ തോമസ് പൈനാടത്ത് വിശുദ്ധ കുർബാന മധ്യേ വചന സന്ദേശം നൽകുന്നതാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മാർ തോമസ് ചക്കിയത്ത് പിതാവ് കാർമ്മികത്വം വഹിക്കും. എടക്കുന്ന് സെയിന്റ് പോൾസ് പ്രീസ്റ്റ് ഹോമിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്ന ജോർജ് അച്ഛൻ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ വെച്ച് 24/5/2025 ശനിയാഴ്ച വൈകിട്ടാണ് നിര്യാതനായത്. അതിരൂപതയിലെ മഞ്ഞപ്ര പള്ളിയിൽ സഹവികാരിയായി യോർദാനപുരം, വള്ളുവള്ളി, പാണാവള്ളി, ആനപ്പാറ, മള്ളുശ്ശേരി, വൈക്കം, പുല്ലുവഴി, മാമ്പ്ര, തോട്ടുവ, സാൻജോ നഗർ, കിഴക്കേ ചേരാനല്ലൂർ എന്നിവിടങ്ങളിൽ വികാരിയായും ചാത്തമ്മ, പുഷ്പഗിരി പള്ളികളിൽ റെസിഡന്റ് പ്രീസ്റ്റായും അച്ഛൻ സേവനം ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ ആത്മശാന്തിക്കായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. അച്ഛന്റെ തറവാട് വീടിന്റെ ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നു.